ജനങ്ങളെ ഇങ്ങനെ ഈ തരത്തിലാണോ ജനങ്ങളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന മൗലികമായ വിഷയം അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദിവസം രാവിലെ ഒരു 11 മണിയോടുകൂടി ഓഫീസിലേക്ക് വരികയാണ്. ഉപ്പിടാമൂട് പാലത്തിൻ്റെ അവിടെ മുതൽ ബ്ലോക്കാണ്. വാഹനങ്ങൾ പതുക്കെയാണ് വരുന്നത്. 15 മിനിറ്റ് എടുത്തു ആ ഒരു 200-300 മീറ്റർ പിന്നിടാൻ, അല്ലെങ്കിൽ ഒരു 500 മീറ്റർ പിന്നിടാൻ കൂട്ടിക്കോളൂ. 15 മിനിറ്റിലധികം എടുത്തു. ഒരു ഭാഗത്തെ റോഡ് മുഴുവൻ കൊട്ടി അടച്ചിരിക്കുകയാണ്. അന്നേരം അവിടെ പണി നടക്കുന്നേ ഉള്ളൂ, സ്റ്റേജിന്റെ പണി നടക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്താണ് റോഡിന്റെ നടുക്ക് സ്റ്റേജ് ഉണ്ടാക്കുകയോ ഇനി തിരുവനന്തപുരത്ത് എങ്ങനെയാണോ എന്ന് അത്ഭുതപ്പെട്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്നു. തിരികെ രാത്രി ഞാൻ ഈ ഷോ ഒക്കെ കഴിഞ്ഞ് തിരികെ പോവാണ്. അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നടക്കണം. അവിടെ ഞാൻ ഇറങ്ങി 2 മിനിറ്റ് കണ്ടിട്ടാണ് പോയത് നാടകം. നോക്കൂ, ഒരു ദിവസം മുഴുവൻ തലസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ നടുക്ക് സ്റ്റേജ് പണിതിട്ട് അവിടെ നാടകം, കലാപരിപാടി, പ്രസംഗം. അവിടെ എന്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചത്? ഇപ്പോ ജില്ലാ സെക്രട്ടറി മാപ്പൊക്കെ പറയുന്നുണ്ട്. മാതൃഭൂമിയും മലയാള മനോരമയും ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ പറയാണത്രേ. റോഡിന്റെ നടുക്ക്, ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ നെഞ്ചത്ത് സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയത് മാധ്യമങ്ങൾ എന്തോ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്നിട്ട് മാധ്യമങ്ങൾ വെറുതെ കുറ്റം പറയാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ജനങ്ങൾ ഇത് അനുഭവിക്കുകയല്ലേ? തിരുവനന്തപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു, മറ്റുള്ള ആളുകൾ കാണുന്നു. ഈ ജനങ്ങളുടെ അനുഭവത്തെ അല്ലേ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പിലാണെങ്കിലും മറ്റെന്തെങ്കിലും. ഈ അനുഭവമുള്ള ജനം അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യുമെന്നൊക്കെ അവകാശപ്പെടാൻ ആഗ്രഹിക്കാനും കഴിയുമോ? അഭിലാഷ്, എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് നമ്മുടെ ഹസൻ ഗാന്ധി ഒരു സമരം നടത്തി ഗാന്ധി പാർക്കിൻ്റെ അവിടെ നിന്ന്. ഹർത്താലുകളും സമരങ്ങളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ ഹസൻ ഗാന്ധിയുടെ സമരം തീർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ സമരം അങ്ങ് തുടങ്ങി. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരം തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അത് ആരാണ് പിന്നീട് ഏറ്റെടുക്കുന്നതെന്നും എന്തെല്ലാം അക്രമ സമരങ്ങളും റോഡിലുണ്ടാക്കുന്നതെന്നും ആളുകൾ, വഴിയെ പോകുന്ന ആളുകൾ വരെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് തന്നെ ഇഷ്ടംപോലെ കേസസ് ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണോ ഇത്തരത്തിലുള്ള സമരങ്ങളും കൊണ്ട് റോഡ് തടസ്സപ്പെടുത്തുന്നത്? ഒരു കാര്യം നോക്കുക, എത്ര പള്ളിപ്പെരുന്നാളുകൾ, എത്ര ഉറൂസുകൾ, എത്ര എന്തിനാ ആറ്റുകാൽ പൊങ്കാല, സിറ്റി അണ്ടർ സീജാണ് 2 ദിവസം. ആർക്കും ഒന്നും പറയാനില്ലേ? അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ആർക്കും ഇല്ലേ? അല്ലാത്തവർക്ക് ആർക്ക് സഞ്ചരിക്കണ്ടേ? അതിനൊക്കെ കുതിരയെടുപ്പ്, റോഡ് മൊത്തം നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൊല്ലം വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഉത്സവ സമയത്ത് അഭിലാഷ്, എത്ര ഇഴഞ്ഞു പോകണമെന്നറിയോ കൊല്ലം വരെ എത്തണമെങ്കിൽ? അവിടെ എല്ലാ അമ്പലങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ നാഷണൽ ഹൈവേ കൂടെയാണ് പോകുന്നത്. വലിയ വണ്ടി കുതിരകൾ, എടുപ്പ് കുതിരകൾ, ഇതെല്ലാം. ഇതിനൊന്നും ആർക്കും പ്രതികരിക്കാനില്ലേ? അതുപോലെ പള്ളി പെരുന്നാളുകൾ, എത്രയധികം പള്ളി പെരുന്നാളുകൾ. ഇത് നിർത്തണമെങ്കിൽ എല്ലാം നിർത്തണമെന്നേ. അല്ലാതെ രാഷ്ട്രീയക്കാർ മാത്രം ചെയ്യുന്ന കുഴപ്പം, ബാക്കിയെല്ലാം അനുവദനീയമാണ്, ബാക്കിയെല്ലാം ആചാരമാണ് എന്നൊന്നും പറയുന്നത് ന്യായമില്ലെന്നേ. ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമരങ്ങളാണ്. അടച്ചു വെച്ചിട്ട് ഇത് പള്ളിപ്പെരുന്നാളിന് തുല്യമാണ്, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുല്യമാണെന്നൊക്കെ പറയുന്ന പാർട്ടി നേതാവിനോട് എന്താ പറയേണ്ടത്? ഈ പറഞ്ഞ ഇപ്പോ മറ്റ് ഉത്സവങ്ങൾ കൊണ്ടും പെരുന്നാൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷെ പക്ഷെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ എല്ലാ കൊല്ലം നടക്കുന്നതാണല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു റോഡിന്റെ നടുക്ക് സമ്പൂർണ്ണമായ ഒരു സ്റ്റേജ് കിട്ടി അത് ബ്ലോക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുഞ്ഞു സ്റ്റേജുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ, ചെറിയ ബൂത്തുകളൊക്കെ ഈ റോഡിന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോഡിന്റെ ഒത്ത നടുക്കൊരു സംഭവം ഉണ്ടാക്കാതെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ തവണ തന്നെ കണ്ടില്ലേ, രാജഭരണമൊക്കെ അവസാനിച്ചിട്ടോ ഇപ്പോഴും റാണിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും അവരുടെ മകനും എല്ലാം കൂടെ രഥത്തിൽ യാത്ര ചെയ്ത് എന്തെല്ലാം ബ്ലോക്കാണ് ഉണ്ടാക്കിയത്? ആരെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു? നിങ്ങൾ വിഷയത്തിലേക്ക്, പാർട്ടിയുടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് ആ ഒരു വിഷയം മാത്രമല്ല, 2 ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ? ഭാഗമായി പോയി. ബാക്കി എല്ലാം ആചാരമാണെന്നൊക്കെ പറയുന്ന ന്യായം കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള മാനദണ്ഡം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ ബാധകം. ഗതാഗതവും കാൽനട യാത്രയും തടഞ്ഞുകൊണ്ടുള്ള പൊതുപരിപാടികൾ പാടില്ല. അക്കാര്യത്തിൽ മാനദണ്ഡം വേണം, അക്കാര്യത്തിൽ ഗൈഡ് ലൈൻ വേണം. അക്കാര്യത്തിൽ ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം പാർട്ടികൾക്കോ മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണോ? നടപ്പാക്കണമെന്നേ. ജനങ്ങളുടെ ചെലവിലാണോ ഇത്? ജനങ്ങൾക്ക് എന്തൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാവും? സഞ്ചാര സ്വാതന്ത്ര്യം മൗലികാവകാശമല്ലേ? ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ? അവിടെയല്ലേ ഇപ്പോൾ അവര് ചെയ്യുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളത് ഒരു ന്യായമാണോ? അങ്ങനെയല്ല. അവർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്യുന്നത്. ഞാൻ കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാവരും റോഡിൽ തന്നെയാണ് സമരം ചെയ്യുന്നത്, റോഡ് കയ്യേറി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതും. സമരങ്ങൾ ആദ്യമേ ഒരു സൈഡിലൂടെ പോവുകയും പിന്നെ റോഡ് കയ്യേറുകയൊക്കെ ചെയ്യും.
ഇതൊക്കെ സ്വാഭാവികമാണ്. സമരം ചെയ്യാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ 2 ദിവസം മഞ്ചൂർ പോലെയുള്ള പരമപ്രധാനമായ റോഡ് കെട്ടിയടച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പാർട്ടിയെ കാണിച്ചു തരാമോ? എവിടെയെങ്കിലും റോഡിന് വേണ്ടി ഇവിടെ സമരം ചെയ്താണ്. റോഡില് അവർണ്ണന് നടക്കാൻ വേണ്ടി റോഡിലൂടെ സമരം ഈ സമരങ്ങളെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോ സമരം ചെയ്യേണ്ടി വരും. അങ്ങേക്ക് എന്തോ പറയാനുണ്ട്? എനിക്ക് തോന്നുന്നത് ജയരാജ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഈ വിഷയത്തിലെ ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് പരിഗണിക്കണം. ഈ സമരങ്ങളെയും റോഡ് തടഞ്ഞുള്ള പ്രയാസങ്ങളെയും എല്ലാം ഒന്നിച്ച് നമുക്കെല്ലാം വിടാതിരിക്കാം. ഒരു സമരവും വേണ്ട, ഒരു ഉത്സവവും വേണ്ട, നമുക്ക് ഒരു സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടണ്ട. അങ്ങനെ തീരുമാനിക്കാം. ജോയിന്റ് കൗൺസിൽ നേതാവിനോട് ഒറ്റ ചോദ്യം. ഇവിടെ ആറ്റുകാൽ പൊങ്കൽ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. വഞ്ചിയൂരിൽ ഞാൻ പറയട്ടെ ഇവിടെ വഞ്ചൂരിൽ ഏരിയ സമ്മേളനം നടത്തുന്നു. വഞ്ചൂരിൽ ഏരിയ സമ്മേളനം നടത്താൻ ഞാൻ താങ്കൾക്ക് യുദ്ധമായ സ്ഥലം കാണിച്ചു തരാം. റോഡ് തടസ്സപ്പെടുത്താതെ. പാറ്റൂരിലേക്ക് പോകുന്ന വഴി ഇടത് സൈഡിൽ എത്രയോ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇത്തരത്തിൽ കിട്ടുന്നുണ്ട്. പാർട്ടി വിചാരിച്ചാൽ കിട്ടില്ലേ? അപ്പൊ റോഡ് തടഞ്ഞ് റോഡ് പരിപൂർണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയേ ചെയ്യൂ എന്ന വാശി, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ സ്വകാര്യ വസ്തു കിട്ടില്ലേ? അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമില്ലേ? ഒരു സ്റ്റേജ് കെട്ടിയിട്ടില്ലേ? പഞ്ചൂർ പരിപാടി നടക്കാറില്ലേ? സെക്രട്ടറിയുടെ മുമ്പിൽ പരിപാടി നടക്കാറില്ലേ? ഇവിടെ അതല്ല. അധികാരമുണ്ട് എന്നതിന്റെ പേരിൽ റോഡ് കെട്ടിയടച്ച് തന്നെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടി. അതുകൊണ്ടാണ് പബ്ലിക്കും അതുപോലെ തന്നെ കോടതിയും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കോടതി നാളെ ചെവിക്ക് പിടിച്ചുകൊണ്ട് സിഐയോടൊപ്പം നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്.